ഇന്ന് നമ്മളിവിടെ ഒരു മിത്ത് ബ്രേക്കിംഗ് സീരീസ് തുടങ്ങാൻ പോവാണ്. എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കേട്ട് വളർന്നിട്ടുള്ള പലതരം മിത്തുകളുണ്ട്. അത് ശരിയാണോ അല്ലയോ എന്ന് എൻ്റെ അറിവ് പ്രകാരം അല്ലെങ്കിൽ ഞാൻ വായിച്ചത് പ്രകാരം ഞാൻ പറയും. നിങ്ങൾ കേട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. അപ്പൊ നമ്പർ 1 മിത്ത്, ഞാൻ എന്നും ചെറുപ്പം മുതൽ കേട്ട് വളർന്നിട്ടുള്ളതും എൻ്റെ ഫസ്റ്റ് കുട്ടിക്ക് രണ്ടാമത്തെ കുട്ടിക്ക് എല്ലാം കേട്ടിട്ടുള്ളതും അതാണ്: കുട്ടികളുടെ മുടി വീണ്ടും വീണ്ടും കളഞ്ഞാൽ നന്നായി മുടി വളരുമെന്ന്. ഇത് മിത്താണോ ഫാക്റ്റ് ആണോ? മിത്ത്. കാരണം അങ്ങനെ ഒന്നില്ല. കുട്ടികളുടെ മുടി ജനിക്കുമ്പോഴേ ഇവരുടെ ഫോളിക്കിൾസ് ഡിസൈഡഡ് ആണ്, അതിനനുസരിച്ചാണ് വളരുന്നത്. ഓരോ പ്രാവശ്യം നിങ്ങൾ അത് വടിക്കും തോറും അത് കൂടുതൽ വരുന്നു അല്ലെങ്കിൽ തിക്കായി വരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഒരു ഇല്യൂഷൻ ആണ്, ഒരു മായാപ്പില്. അപ്പൊ നിങ്ങൾ ആ ജനിച്ച മുടി കളയാതെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മാത്രം കളഞ്ഞ് വിട്ടാൽ ആ കുട്ടിക്ക് അവിടെ എവിടെയായി മുടി വരാം, അല്ലെങ്കിൽ കുറേശ്ശെ കുറേശ്ശെ മുടി വളരും. എന്നാലും 1 ഇയർ ആകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ല രീതിയിൽ മുടി കാണും. അതേസമയം നിങ്ങൾ ഫസ്റ്റ് മന്ത് വടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പിന്നെയും വടിച്ചു, 3-ാം മാസം പിന്നെയും വടിച്ചു. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു 4 മാസം ആയപ്പോഴത്തേക്ക് നോക്കി നല്ല കട്ടിക്ക് ഈക്വൽ ആയി മുടി വന്നില്ലേ. ഇപ്പൊ 4 മാസത്തിൽ വന്നില്ലെങ്കിലും 6 മാസത്തിൽ വന്നില്ലെങ്കിലും 1 വയസ്സാകുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കോ, ഈ കുട്ടിക്ക് എല്ലായിടത്തും ഈക്വൽ ആയിട്ട് മുടി വന്നിട്ടുണ്ടാവും. വടിച്ച കുട്ടിക്കും വടിക്കാത്ത കുട്ടിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്റെ തലയിൽ ഒരു പ്രാവശ്യം വടിച്ചിട്ടുള്ളത് എന്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ബാക്കിയുള്ളവർ അത്ര മുടി ഇല്ലായൊന്നും ഇല്ലല്ലോ. എന്റെ ജനറ്റിക് ആയിട്ട് എനിക്ക് വരേണ്ട മുടി എനിക്കുണ്ട്. അതിൽ കൂടുതലോ അതിൽ കുറവോ നമുക്ക് വരില്ല. പിന്നെ നമ്മൾ വളരും തോറും നമ്മുടെ മുടി നാച്ചുറലി അതിനനുസരിച്ച് കൂടും കുറയും നമ്മുടെ കയ്യിലിരിപ്പുണ്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന അടുത്ത മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഷെയർ ചെയ്യും. ക്വിക്ക്.